ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അനിശ്ചിതകാലം യുഎസിൽ തുടരാൻ അവകാശമില്ല എന്ന ജെ.ഡി. വാൻസിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഗ്രീൻ കാർഡ് എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിയമാനുസൃതമായ സ്ഥിരതാമസം നൽകുന്ന ഒന്നാണ്. കൂടാതെ ഇതുവഴി ഉടമകൾക്ക് രാജ്യത്ത് അനിശ്ചിതമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഗ്രീൻ കാർഡ് ഉടമകൾ നാടുകടത്തലിന് വിധേയരാക്കപ്പെടും. യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം നടപ്പിലാക്കിയ കൂട്ടം നാടുകടത്തൽ പദ്ധതിയും പരിഷ്കരണങ്ങളും വിദേശ കുടിയേറ്റക്കാരെ ഒന്നടക്കം തന്നെ ബാധിച്ചിരുന്നു. തുടർന്നാണ് ട്രംപ് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് നേരെയും തിരിയുന്നത്. അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ ഉൾപ്പെട്ട പലസ്തീൻ ആക്ടിവിസ്റ്റ് മഹമ്മൂദ് ഖലീലിന്റെ അറസ്റ്റ് ഗ്രീൻ കാർഡ് ഉടമയെ എപ്പോൾ നാടുകടത്തപ്പെടും എന്ന ചോദ്യത്തിലേക്കാണ് തിരിഞ്ഞത്. വീട്ടിലേക്ക് പോകൂ അല്ലെങ്കിൽ ജയിലിലേക്ക് പോകൂ എന്ന ട്രംപിന്റെ കടുത്ത പ്രഖ്യാപനത്തോടെയാണ് ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾ നാടുകടത്തൽ ഭീഷണിക്ക് കൂടുതൽ വിധേയരാവുക എന്ന സൂചനയാണ് ലഭിച്ചതും. എന്നാൽ ഒരു വശത്ത് എത്ര വരെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നാണ് ഗ്രീൻ കാർഡ് ഉടമകളുടെ ധാരണ. എന്നാൽ ട്രംപിന്റെ ചില പ്രഖ്യാപനങ്ങൾക്ക് ശേഷം എവിടെയും രക്ഷയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. കൂടാതെ നിയമപരമായ സ്ഥിര താമസക്കാർ, അതായത് LPRs എന്നും അറിയപ്പെടുന്ന ഗ്രീൻ കാർഡ് ഉടമകൾ US പൗരന്മാർക്ക് സമാനമായ നിരവധി അവകാശങ്ങൾക്ക് കൂടെ അർഹതപ്പെട്ടിട്ടുണ്ട്. അതായത് US സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം, ഫെഡറൽ, സംസ്ഥാന, പ്രാദേശിക നിയമങ്ങൾക്ക് കീഴിലുള്ള സംരക്ഷണം, യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചതിന് ശേഷം US പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവകാശം തുടങ്ങി നിരവധി അവകാശങ്ങളാണ് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ശക്തമായ നിയമപരിരക്ഷകൾ ഉണ്ടെങ്കിലും എന്തിനാണ് നാടുകടത്തപ്പെടുന്നത് എന്ന് നോക്കാം. ക്രിമിനൽ കുറ്റങ്ങൾ, ദേശീയ സുരക്ഷാ ഭീഷണികൾ, ഇമിഗ്രേഷൻ തട്ടിപ്പ്, US നിന്ന് ദീർഘനേരം വിട്ടുനിൽക്കൽ, ഈ ഒരു കാര്യങ്ങളെ മുൻനിർത്തിയാണ് US നാടുകടത്തലിലേക്ക് വലിച്ചിഴച്ചത്. എന്നാൽ ഇപ്പോൾ ഗ്രീൻ കാർഡ് ഉടമയ്ക്ക് US തുടരാൻ അനിശ്ചിതകാല അവകാശമില്ല. എങ്ങനെ താമസിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കക്കാർ തീരുമാനിക്കണമെന്ന പ്രഖ്യാപനമാണ് ജെ.ഡി. വാൻസ് വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രഖ്യാപനം പുതിയ കുടിയേറ്റ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്നാണ് ഉദ്യോഗസ്ഥർ ഇതിനെതിരെ വ്യക്തമാക്കുന്നതും. കൂടാതെ വ്യാഴാഴ്ച രാത്രി ഫോക്സ് ന്യൂസിന്റെ ദ ഇൻസ്റ്റഗ്രാം ആംഗിളിൽ വാൻസ് പ്രഖ്യാപനം നടത്തിയതിൻ്റെ കൂടെ അടിസ്ഥാനപരമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല, ദേശീയ സുരക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നും അതുകൊണ്ട് നമ്മുടെ ദേശീയ സമൂഹത്തിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് വാൻസ് തുറന്നടിക്കുകയും ചെയ്തു. കൂടാതെ വിദേശ പൗരന്മാർക്ക് ഗ്രീൻ കാർഡുകൾ US താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം നൽകുന്നുവെങ്കിലും താമസം എന്നത് ആജീവനാന്ത ഗ്യാരണ്ടിയല്ലെന്ന് വാൻസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും ആരെങ്കിലും ഇനി താമസിക്കരുതെന്ന് തീരുമാനിച്ചാൽ അവർക്കിവിടെ തുടരാൻ നിയമപരമായ അവകാശമില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ട്രംപ് ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് വാൻസ് ഇത്തരം പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ അവതരിപ്പിച്ച ഒരു പുതിയ കുടിയേറ്റ നിർദ്ദേശമായിരുന്നു ഗോൾഡ് കാർഡ് പ്രോഗ്രാം. എന്നാൽ ഇത് വിദേശ പൗരന്മാർക്ക് $5 മില്യൺ ഫീസായി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം വാങ്ങാനും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കാർഡ് വരാൻ പോകുന്നു, അത് നിങ്ങൾക്ക് ഗോൾഡ് കാർഡ് ആയിരുന്നു എന്നാണ് ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. കൂടാതെ ഇതുവഴി ഗ്രീൻ കാർഡ് ആനുകൂല്യങ്ങൾ നൽകുമെന്നും അത് പൗരത്വം ലഭിക്കാനുള്ള ഒരു വഴിയാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇത് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുക എന്നതാണ് ട്രംപ് ഈ ഒരു ഗോൾഡ് കാർഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേസമയം നിലവിലെ കുടിയേറ്റ സംവിധാനം വിസ അനിശ്ചിതത്വം കാരണം US ഉന്നത സർവകലാശാലകളിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള ബിരുദധാരികളെ രാജ്യത്ത് തുടരുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുമെന്നും ട്രംപ് വാദിച്ചു.